ഞാനെന്നുള്ളതേ റംബുട്ടാൻ മാംഗോസ്റ്റിൻ്റെ ഒരു തോട്ടത്തിലാട്ടാ. തോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ ആ പരിസര ഭാഗങ്ങളും, അതുപോലെ പരിയാരം എന്ന് പറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പരിയാരത്ത് നമ്മുടെ എൽമ ഗാർഡൻ്റെ ഓണറായ ഷാജു സാറിൻ്റെ തോട്ടത്തിലാട്ടാ. അപ്പോൾ ഷാജു സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തോട്ടത്തിൽ വന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നൊരു മേഖലയാണ് ഈ റംബുട്ടാനും അതുപോലെ തന്നെ മാംഗോസ്റ്റിനും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതായത് അതിൻ്റെ കൃഷി രീതിയും അതിൻ്റെ പ്രൂണിങ് A to Z കാര്യങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഈ ഒരു പരിഹാരം തന്നെയാണ്. പ്രത്യേകിച്ച് സാറിനെ പോലെ ഇത്രയും നല്ല അറിവും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയുടെ തോട്ടത്തിൽ ആകുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത് വിചാരിച്ചു. അതുകൊണ്ടാണ് സാറിനെ ഞാൻ ഈ തോട്ടത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ സാറ് തന്നെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കൊരു 10 മിനിറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, പിന്നെ വയനാട്, ഈ 3 സ്ഥലങ്ങളിലാണ് റംബുട്ടാൻ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ ജൂൺ മാസത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ റംബുട്ടാൻ പഴുത്ത് കിട്ടാറുള്ളത്. പത്തനംതിട്ടയും വയനാടും കാലാവസ്ഥയുടെ വ്യതിയാനുസരിച്ച് ചെറിയ വ്യത്യാസം വരാറുണ്ട്. മാംഗോസ്റ്റിൻ കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പരിയാരം എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ തോട്ടം എന്ന് പറയുന്നത് ഈ 2 ഏക്കർ സ്ഥലം പണ്ട് തെങ്ങ്, അടയ്ക്കാമരം, ജാതി ബണ്ട് കയറി ചെയ്തിരുന്ന സ്ഥലമാണത്. അപ്പോൾ തെങ്ങിന് കേടുവരികയും ജാതിക്ക് കേടുവരികയും ചെയ്യുന്ന സമയത്ത് ഇത്തരം തോട്ടങ്ങൾ കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ തോട്ടങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഏകദേശം പാടത്തിനോട് അനുബന്ധമായിട്ടുള്ള മണൽ കൂടുതലുള്ള ചെറിയ വെള്ളക്കെട്ടുള്ള പ്രദേശം മാംഗോസ്റ്റിന് ഏറ്റവും അനുയോജ്യമാണ്. റംബുട്ടാനും വെള്ളക്കെട്ട് അനുയോജ്യമല്ലെങ്കിൽ മണൽ കൂടുതലുള്ള പ്രദേശങ്ങൾ, പാടം കൺവേർട്ട് ചെയ്ത് പറമ്പാക്കിയുള്ള സ്ഥലങ്ങൾ റംബുട്ടാൻ കൃഷിക്കും അനുയോജ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് 10 വർഷം പഴക്കമുള്ള റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തോട്ടങ്ങളാണ്. ഇതിൽ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, അടയ്ക്കാമരം, ഈ 3 കാർഷിക വിളകൾ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു റംബുട്ടാൻ, ഒരു മാംഗോസ്റ്റിൻ, ഒരു റംബുട്ടാൻ, ഒരു മാംഗോസ്റ്റിൻ അങ്ങനെയാണ്. റംബുട്ടാൻ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട്, ഏകദേശം 35 അടി റേഡിയസിൽ സ്പ്രെഡ് ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് 2 റംബുട്ടാനുകളുടെ ഇടയിൽ ഒരു മാംഗോസ്റ്റിൻ വെക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് 2 അപ്പുറം ഇപ്പുറമുള്ള റംബുട്ടാൻ, ഇത് നടുവിൽ മാംഗോസ്റ്റിൻ. ഈ രണ്ട് റംബുട്ടാനുകൾ തമ്മിൽ 35 അടി ഗ്യാപ്പിലും നടുവിൽ മാംഗോസ്റ്റിൻ ഒരുപാട് വലുതാവാനായിട്ട് സ്ലോ ഗ്രോത്ത് ആയതിന് സമയമെടുക്കും. അപ്പോൾ അതാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏകദേശം 500 രൂപ വിലയുള്ള 4-5 അടി ഹൈറ്റുള്ള 2-3 വർഷം പഴക്കമുള്ള തൈകൾ വയ്ക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. അത് പ്രൂൺ ചെയ്ത് നമ്മൾ ഏകദേശം പാരച്യൂട്ട് പോലെ വളർത്താണ് വേണ്ടത്. റംബൂട്ടാൻ എല്ലാ വർഷം കായ്ഫലം കിട്ടിയതിന് ശേഷം പ്രൂൺ ചെയ്യേണ്ടതാണ്. മാംഗോസ്റ്റിൻ കൊടംപുള്ളിയുടെ ഫാമിലി വരുന്നതാണ്, പ്രൂൺ ചെയ്യാൻ പാടില്ലാത്ത മരമാണ്. ഇതാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. ഈ വർഷം കർഷകർ ഇതിൻ്റെ കാലാവസ്ഥയെ പറ്റി പറയുന്ന സമയത്ത് ഡിസംബർ മാസത്തിൽ തണുപ്പുണ്ടാവുന്നതാണ് ഏത് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റിന് നല്ലത്. മാവായാലും റംബുട്ടാനായാലും മാംഗോസ്റ്റിനായാലും ഈ വർഷത്തെ ഡിസംബർ മാസം നമുക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു. കഴിഞ്ഞ വർഷം റംബുട്ടാനും മാംഗോസ്റ്റിനൊക്കെ വളരെ പ്രൊഡക്ഷൻ കുറവായിരുന്നു. പക്ഷേ ഈ വർഷം ഭയങ്കര പ്രൊഡക്ഷനായിരുന്നു. എന്താ പറയുക, ഡിസംബർ മാസത്തിൽ അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല രീതിയിൽ മാങ്ങയും റംബുട്ടാനും മാംഗോസ്റ്റിനൊക്കെ ധാരാളം ഉണ്ടായി. ഇടമഴകൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ വേനൽ മഴ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നൊരു ദുരന്തം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കാലാവസ്ഥയുടെ കണക്കിൽ മൺസൂണിൽ പെടുത്താത്ത ജൂൺ 1 തുടങ്ങി വരുന്ന മഴ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മൺസൂണിൽ പെടുത്തുള്ളൂ. അപ്പോൾ ഇതിന് വേനൽ മഴ തന്നെ പെടുത്തി കാലം തെറ്റി വന്ന വേനൽ മഴ ഈ 3 കൃഷികളും വ്യാപകമായിട്ട് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് റംബുട്ടാൻ കൊഴിഞ്ഞിരിക്കുന്നത്. ഈ റംബുട്ടാനൊക്കെ ജൂൺ മാസത്തിൽ ശരിക്കും മഴ പെയ്തത് കൊണ്ട് മാത്രം കൊഴിഞ്ഞിരിക്കുന്നതാണ്. കാരണം റംബുട്ടാൻ ജൂൺ ഫസ്റ്റ് വീക്കിൽ റെഡിഷ് ആയി കഴിഞ്ഞാൽ, കളർ മാറിക്കഴിഞ്ഞാൽ കൊഴിയില്ല. കളർ മാറുന്നതിന് മുമ്പുള്ള പരുവത്തിൽ റംബുട്ടാൻ്റെ കടയിൽ ഞെട്ടിയിൽ വെള്ളം തൂങ്ങി റംബുട്ടാനൊക്കെ കൊഴിയാണ്. ഇതിന് യാതൊരു മാർഗ്ഗവുമില്ല. സ്വാഭാവികമായിട്ടൊരു പ്ലാന്റ് ധാരാളം ഫ്രൂട്ട് ഉണ്ടാവുകയും സ്വാഭാവികമായി നാച്ചുറൽ പ്രോസസ് എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഷെഡ് ചെയ്ത് പോകാറുണ്ട്. ഇതങ്ങനെയല്ല, മഴയ്ക്ക് ശേഷം കൊഴിഞ്ഞിരിക്കുന്നതാണ്. 5-10 ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്ന തോട്ടങ്ങൾ ഒരു പക്ഷേ 3-4 ലക്ഷം രൂപ പോലും കിട്ടാത്ത രീതിയിൽ അത്രയധികം കൊഴിച്ചിലുണ്ടായിട്ടുണ്ട്. റംബുട്ടാനെ സംബന്ധിച്ചിടത്തോളം മഴ ബാധിച്ചിരിക്കുന്നത് ഇവിടെ ജൂൺ മാസത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ റംബുട്ടാൻ പഴുക്കുന്നത്. അപ്പോൾ ഈ മെയ് 25 കൂടിയിട്ട് മഴ വന്നത് ഒന്നും കളർ മാറാത്ത പ്ലാന്റുകളാണ്, ഫ്രൂട്ടുകളാണ്. ഇതൊക്കെ കൊഴിയുന്നു. അത് വേനൽ മഴയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. ഇനി മാംഗോസ്റ്റിനെ ഇതിനേക്കാൾ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട്. മാംഗോസ്റ്റിന് സീസൺ തുടങ്ങുന്നത് മെയ് മാസത്തോടു കൂടിയാണ്. മെയ് മാസത്തിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിലോയ്ക്ക് 400 രൂപ കിട്ടുന്ന മാംഗോസ്റ്റിൻ സീസൺ പീക്കിലേക്ക് എത്തുന്നത് ജൂൺ 15 ജൂൺ 30 ഇടയ്ക്കാണ്.
സാധാരണ നിലയ്ക്ക് നമ്മുടെ മൺസൂൺ ശക്തി പ്രാപിക്കുന്നത് ജൂൺ 15-ക്കുള്ളിലാണ്. ഏകദേശം 70% മാംഗോസ്റ്റിനും മഴയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് പൊട്ടിച്ച് കിട്ടും. പക്ഷേ ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ വന്നിരിക്കുന്ന മഴ ഈ മാംഗോസ്റ്റിനൊക്കെ ദോഷമായിട്ട് ബാധിക്കും. ജോഷേട്ടാ ആ കറുത്ത് പൊട്ടിച്ച് പഴുത്ത് പൊട്ടിച്ച് ആ കറുത്ത് മുകളിൽ ആ കറുത്ത്. സ്വാഭാവികമായിട്ട് ഒരു മാംഗോസ്റ്റിന് ഉണ്ടാവേണ്ടത് 5 അല്ലിയാണ് മാംഗോസ്റ്റിന് ഉണ്ടാവുക. അതിൽ ഒരു കുരുവാണ് ഉണ്ടാവുക. ഈ ഡിസ്കളറേഷൻ സംഭവിച്ചിരിക്കുന്നത് മഴ കാരണമാണ്. കാരണം നല്ല വൈറ്റ് പെറ്റൽ പോലെ ഇരിക്കേണ്ട മാംഗോസ്റ്റിൻ ഈ മഴ ബാധിച്ചുകൊണ്ടാണ് ഈ ഡിസ്കളറേഷൻ വന്നിരിക്കുന്നത്. കണ്ട ഇതാണ് വേറൊരു മാംഗോസ്റ്റിൻ പൊട്ടിച്ച കണ്ട ആ പൊട്ടിച്ച അത് പൊട്ടിച്ച അത് ചീത്തയായി ഉണ്ടാവില്ല ചിലപ്പോൾ പൊട്ടിച്ച. കണ്ട നല്ല വൈറ്റ് പെറ്റലായിട്ട് ഞെക്ക് കണ്ട ഇത് കുഴപ്പമില്ല. ഇത് അതിങ്ങനെ നല്ല പഴുപ്പാകുമ്പോഴേക്കും നല്ല വൈറ്റ് പെറ്റലായി കിട്ടേണ്ട സാധനം 300 രൂപ 400 രൂപയ്ക്ക് വിറ്റ് പോകേണ്ട സാധനം ഈ നേരത്തെ വന്ന മഴ വരുന്ന സമയത്ത് ഇതിന് ഡിസ്കളറേഷൻ വരുന്നു. അതാണ് സംഭവിക്കുന്നത്. കണ്ട ഇത് എൻ്റെ കളറിൽ വ്യത്യാസം വന്നിരിക്കുന്നു. കർഷകരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്ന കർഷകരാണല്ലോ ഇതൊക്കെ സഹിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാർ. ഇത്തവണ പരിയാരം പഞ്ചായത്തിൽ ഏകദേശം 20 കോടി രൂപയുടെ റംബൂട്ടാൻ മാംഗോസ്റ്റിൻ കൃഷി നടക്കുന്നതാണ്, വിൽപ്പന നടക്കുന്നതാണ്. ഒരു പക്ഷേ ഒരു 20 കോടി രൂപയുടെ ഒരു വർഷം ഈ വർഷത്തെ പ്രൊഡക്ഷന് 10 കോടിയിലേക്ക് കുറയാൻ സാധ്യതയുണ്ട്. പകുതിയാവാൻ സാധ്യത, പകുതിയിലധികം താഴേക്ക് പോകുന്നതാണ് കർഷകർ പറയുന്നത്. മാംഗോസ്റ്റിൻ യൂഷ്വലി 8 വർഷം എടുക്കും. മറ്റേ സ്ലോ ഗ്രോത്ത് ആണ്. അത് ഗ്രാഫ്റ്റ് ബഡ്ഡിങ്ങും ഇല്ല, സെല്ലിങ് മാത്രം വയ്ക്കാവൂ. 6 തുടങ്ങി 8 വർഷം എടുക്കും. അത് 150 വർഷം വരെ വളരും. പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. പ്ലാന്റ് ചെയ്ത ആദ്യ 1-2 വർഷങ്ങളിൽ ഷെയ്ഡ് ലവിങ് ആണ്. നമ്മൾ സൂര്യപ്രകാശം വേനൽക്കാലത്ത് സൂര്യപ്രകാശം കൊള്ളിക്കാതിരിക്കുക നല്ലത്. അത് കഴിഞ്ഞ് പതുക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ ആക്കി കഴിഞ്ഞ് ചൂടുകളിൽ ശരിയായിരിക്കും. ഓക്കെ. പിന്നെ വളം പച്ചച്ചാണകം ഏറ്റവും ഇഷ്ടപ്പെടുന്ന. നടുമ്പോൾ എങ്ങനെയാണ് കുഴികൾ എടുക്കേണ്ടത്? 2-3 അടി സ്ക്വയറിൽ കുഴി എടുക്കുക. അത് മണ്ണ് ഫില്ല് ചെയ്യുക. മാംഗോസ്റ്റിനായതിൻ്റെ പേരിൽ ബട്ടില്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം കെട്ടിയതിൻ്റെ കുഴപ്പമില്ല. വെള്ളം ഒരുപാട് കിട്ടുന്ന ഒരിക്കലും നല്ലതല്ല. ജൈവവളങ്ങൾ പച്ചച്ചാണകം വർഷത്തിൽ 1 പ്രാവശ്യം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലുപൊടി മറ്റേ കട ചേർത്ത് ഇടരുതിട്ട് 2-3 അടി വ്യാപ്തിയിൽ മറ്റേ കുഴിയെടുത്തിട്ട് വേണം നടാനായിട്ട്. എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് വെപ്പും പിണ്ണാക്ക് പോലുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്. അധികം പരിചരണം ആവശ്യമില്ല. അധികം പരിചരണം വേണ്ടതാണ്. നനവ് വേണം. നനയ്ക്കണം. ഏകദേശം 8 വർഷം 6 തുടങ്ങി 8 വർഷത്തിനുള്ളിൽ കഴിക്കും. അതാണ് നമുക്ക് ശരിക്കും അത് ഇതേപോലെ നല്ല ഭംഗിയിൽ നിൽക്കില്ല. ഇത് 10 വർഷം പ്രായം. ഇത് 10 വർഷം പഴക്കമുള്ള ഒട്ടും മേലെ കൊഴിയില്ല. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാവുന്ന നല്ല ഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്. റംബൂട്ടാൻ ബഡ് ചെയ്ത് തൈ വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലം കൊണ്ട് കായ്ക്കും. 4-ാം വർഷം തുടങ്ങി നമുക്ക് അതിന് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. പ്രൂൺ ചെയ്ത് വളർത്തേണ്ട പ്ലാന്റാണ്. നല്ല സൂര്യപ്രകാശം വേണ്ട, വെള്ളക്കെട്ട് ഇഷ്ടപ്പെടാത്ത, വർഷക്കാലത്ത് നല്ല നന കൊടുക്കേണ്ട പ്ലാന്റാണ്. സാധാരണ നിലയ്ക്ക് ഞങ്ങൾ കർഷകർ 4 രീതിയിലുള്ള 4 പ്രാവശ്യമുള്ള വളപ്രയോഗം ചെയ്യാറ്. അതിൽ നല്ല പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഉണക്ക ചാണകം കരുത്തോടുകൂടി വളരാനായിട്ട്. പിന്നെ വർഷക്കാലത്ത് ആട്ടുംകാട്ടം കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് വേനൽക്കാലം ആവുന്ന സമയത്ത് സമൃദ്ധി പോലുള്ള കപ്പലണ്ടി പിണ്ണാക്ക് വെപ്പും പിണ്ണാക്ക് പോലുള്ള പ്ലാന്റുകളിലേക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഏകദേശം ഫ്രൂട്ട് ഇപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യണമെന്നല്ലേ പറഞ്ഞു? പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വെട്ടണം. ആ ഫ്രൂട്ട് ഉണ്ടായാൽ തണ്ടിരുന്ന് വെട്ടണം. അത് ഫുൾ അങ്ങനെ വെട്ടികളെ മൊത്തം വെട്ടി ക്രോപ്പ് ചെയ്യണം. അതിൽ നിന്ന് വരുന്ന പുതിയതായിട്ട് വരുന്ന ബ്രാഞ്ചാണ് ഫ്രൂട്ടിംഗ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിലാണ് എന്താ പറയുക ഫ്രൂട്ട് ഉണ്ടാവുന്നത്. മാത്രമല്ല ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യുന്നത് നല്ലതാണ്. കാരണം പാറാട കൊണ്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് നെറ്റ് ഇടേണ്ടതാണല്ലോ. പ്ലാന്റ് അനിയന്ത്രിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ നെറ്റിനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഇത് ഈ തോട്ടങ്ങൾക്ക് കർഷകർക്ക് കൊടുക്കും, മറ്റേ കച്ചവടക്കാർക്ക് കൊടുക്കുന്നതാണ്. അവരാണ് വന്ന് നെറ്റിടുക. അതിനുശേഷം മറ്റേ തോട്ടത്തിൽ നിന്ന് ഏകദേശം 150-200 രൂപയ്ക്കും ഇടയ്ക്ക് വിലയ്ക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ ഒരു നല്ല മരത്തിൽ നിന്ന് 200-300 കിലോ വരെ കിട്ടും. അപ്പോൾ നമ്മൾ 150 രൂപയ്ക്ക് ഒരു 15-20 വർഷമായിട്ട് പ്ലാന്റിൽ നിന്ന് 300 കിലോ ഫ്രൂട്ട് കിട്ടുന്ന ധാരാളം പ്ലാന്റുകളുണ്ട്. 300 കിലോ എന്ന് പറയുമ്പോൾ 20,000-30,000 ഇടയ്ക്ക് ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും. നല്ല വരുമാനം കിട്ടുന്ന പ്ലാന്റുകൾ കൂടി ഉണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാട്ടാ ഈ റംബൂട്ടാൻ. എനിക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. എന്നോട് റംബൂട്ടാനാണ് മാംഗോസ്റ്റിനായെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും താല്പര്യം മാംഗോസ്റ്റിനല്ലേ. അത് പഴങ്ങളെ രാജ്ഞിയായ കാരനാണോ? അതുകൊണ്ടല്ല, എനിക്ക് പേഴ്സണലായിട്ട് രുചിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും റംബൂട്ടാനും വെക്കുക. ഞാൻ പറയാന്ന് വെച്ചാൽ കാരണം എൻ്റെ വീട്ടിൽ 1-2-3 വെച്ചതൊക്കെ നിറയുണ്ട്. അതിൻ്റെ N18 വെച്ചാൽ മതി, മറ്റു വെറൈറ്റിക്ക് പോകേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഇത് ഒരു പ്രകൃതി ദുരന്തമായിട്ട് കൊഴിയുന്നതാണ്. ഇത് നമ്മുടെ പരിചരണ കുറവുകൊണ്ട് സംഭവിച്ചതല്ല.
കാരണം ഇത് ഈ അസമയത്ത് വന്ന മഴയാണ് ഇത്തവണത്തെ കൊഴിച്ചിലിന് കാര്യമായിട്ട്. ഇതിന്റെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞു 32 എത്ര അടി അത് മറ്റേ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 35. അത് നടുവിൽ മാംഗോസ്റ്റിൻ വെക്കാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മൾട്ടിക്രോപ്പ് കൾട്ടിവേഷൻ ആയതിൻ്റെ പേരിൽ ഇപ്പം എന്തെങ്കിലും 20 അടിക്ക് 25 അടിക്ക് ആൾക്കാർ വെക്കുന്നുണ്ട്. അതല്ലേ നന്നാവുക, കൃഷി ചെയ്യുമ്പോൾ 2-3 ക്രോപ്പുകൾ ചെയ്യണതായിരിക്കല്ലേ. ഇത്തരം തോട്ടങ്ങൾ 2 ക്രോപ്പ് ചെയ്യുന്നു. മാംഗോസ്റ്റിന് എപ്പോഴും വില കിട്ടുന്ന ഒരു പ്ലാന്റാണ്, മാത്രമല്ല ഒരുപാട് ലൈഫ് ഉള്ളതാണ്. റംബുട്ടാൻ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഡിമാൻഡ് കുറയുമെന്ന് ആളുകൾ സംശയിക്കുന്നു. മാംഗോസിന് അങ്ങനെ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് 2, 3, 4 ഏക്കറൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 200 റംബുട്ടാൻ വെക്കുകയാണെങ്കിൽ 100 പ്ലാന്റെങ്കിലും മാംഗോസ്റ്റിൻ വെക്കുന്നത് അഭികാമ്യമാണ്. കൂട്ടത്തിൽ അടയ്ക്കാമരം നടാലോ, അടയ്ക്കാമരം ശല്യം ചെയ്യുന്നില്ലല്ലോ, വെർട്ടിക്കലായിട്ട് വളരുന്നതാണല്ലോ. ഈ 3 കൃഷികളും ഇടവിളയായിട്ട് ചെയ്യുന്നത് തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.